ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യൻ സന്ദർശനത്തിന് തുടക്കമായി. അനന്ത സാധ്യതകളുള്ള ബന്ധമാണ് ഇന്ത്യയ്ക്കും സൗദിക്കുമിടയിലുള്ളതെന്ന് പ്രധാനമന്ത്രി. 2047 വികസിത ഭാരതമാവുക എന്ന ദേശീയ ദൌത്യമാണ് രാജ്യത്തിന് മുന്നിലുള്ളതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വയനാട് ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച ലോകം. ആദരസൂചകമായി രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് തിരിച്ചു. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സൗദിയുമായുള്ള സുദീർഘവും ചരിത്രപരവുമായ ബന്ധത്തിന് ഇന്ത്യ ഏറെ പ്രാധാന്യം നൽകുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ജനങ്ങൾക്കിടയിലെ ബന്ധം എന്നിവയിലുൾപ്പെടെ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണം വളർത്തിയെടുത്തതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മേഖലയിലെ സമാധാനം, അഭിവൃദ്ധി, സുരക്ഷ, സുസ്ഥിരത എന്നിവ മെച്ചപ്പെടുത്താൻ ഇന്ത്യയും സൗദി അറേബ്യയും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു. അനന്ത സാധ്യതകളുള്ള ബന്ധമാണ് ഇന്ത്യയ്ക്കും സൗദി അറേബ്യയ്ക്കും ഇടയിലുള്ളതെന്ന് അറബ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സൗദി അറേബ്യ ഇന്ത്യയുടെ വിശ്വസ്ത സൗഹൃദാണെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി 2019 നയതന്ത്ര പങ്കാളിത്ത കൌൺസിൽ രൂപീകരിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ശക്തമായതായും അഭിപ്രായപ്പെട്ടു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രീ മോദി വിശദീകരിച്ചു. പ്രധാനമന്ത്രിയുടെ വരവിനെ ജിദ്ദയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. സമഗ്രവും സുസ്ഥിരവും നവീകരണത്തിലധിഷ്ഠിതവുമായ വളർച്ച എന്ന കാഴ്ചപ്പാടാണ് വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരുത്ത് പകരുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. യുഎസിലെ സാൻഫോർഡ് സർവകലാശാലയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരതമാവുക എന്നത് ദേശീയ ദൌത്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. India's journey to become a Vikasit Bharat by 2047 is not merely an aspiration, but a shared national mission. Despite the pandemic shock and a banking crisis, our progress over the past decade, anchored in strong macroeconomic fundamentals and steady reforms, gives us the confidence and direction for the road ahead. As a result, India has risen from the world's 10th largest economy to the 5th largest in just 5 years. സ്ത്രീകളുടെ സുരക്ഷ, ആരോഗ്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ നിരവധി നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി യോഗം പാർലമെന്റ് ഹൌസിൽ പുരോഗമിക്കുന്നു. 39 അംഗ കമ്മിറ്റിയിൽ 27 പേർ ലോക്സഭയിൽ നിന്നും 12 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത, മുൻ ജഡ്ജിയും 21ാമത് നിയമ കമ്മീഷൻ ചെയർമാനുമായ ഡോക്ടർ BS ചൌഹാൻ എന്നിവരുമായി സമിതി ഇന്ന് സംവദിക്കും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രാജ്യ താൽപര്യത്തിൽ അധിഷ്ഠിതമാണെന്നും സാമ്പത്തിക മേഖലയ്ക്ക് അത് ഗുണം ചെയ്യുമെന്നും JPC അധ്യക്ഷൻ PP ചൌധരി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജയ്പൂർ സന്ദർശനം തുടരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ചരിത്ര പ്രസിദ്ധമായ ആമീർ കോട്ട കുടുംബസമേതം സന്ദർശിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ കോട്ടയിലേക്ക് സ്വീകരിച്ചത്. രാജസ്ഥാൻ ഗവർണർ ഹരിഭാവോ ബാഗ്ഡിയുമായും മുഖ്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര ബന്ധങ്ങളുടെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി ജയ്പൂരിൽ ഇന്ന് നടക്കുന്ന ബിസിനസ് ഉച്ചകോടിയിലും JD വാൻസ് പ്രഭാഷണം നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ US വൈസ് പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും സംസ്കാര ദിവസവുമാണ് ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക പരിപാടികളും ഉണ്ടായിരിക്കില്ല. നവീകരണ ആശയങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും വക്താവായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ വസതിയിൽ ഇന്നലെ രാവിലെയാണ് ദിവംഗതനായത്. പക്ഷാഘാതത്തെ തുടർന്നുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന് വത്തിക്കാൻ അറിയിച്ചു. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ലളിതമായ രീതിയിൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കണമെന്നാണ് മരണപത്രത്തിൽ മാർപ്പാപ്പ നിർദ്ദേശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിനെ സഹായിക്കാൻ കേരളം ഒന്നാകെ അണിനിരന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൽപ്പറ്റയിൽ വയനാട് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ യുവാക്കൾ ഉൾപ്പെടുന്ന നാട്ടുകാർ സേനകളോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ദുഃഖാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഉദ്ഘാടനം. ദിവസങ്ങളായുള്ള അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മുതലപ്പുഴയിൽ പൊഴിമുറിക്കൽ നടപടികൾ ആരംഭിച്ചു. സർക്കാരുമായി ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് പൊഴിമുറിക്കൽ നടപടികൾക്ക് മത്സ്യത്തൊഴിലാളികൾ സമ്മതിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. രാവിലെ 9 മണിയോടെയാണ് മുതലപ്പുഴയിലെ പൊഴിമുറിക്കൽ നടപടികൾ ആരംഭിച്ചത്. 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലും ഭാഗികമായാണ് പൊഴിമുറിക്കുന്നത്. JCB-കൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി. പൊഴിമുറിക്കുന്നതോടുകൂടി സമീപ പഞ്ചായത്തുകളിലേക്ക് വെള്ളം കയറുന്നതിലും താൽക്കാലിക പരിഹാരമുണ്ടാകും. പൊഴിമുറിക്കുന്നതിനോടൊപ്പം പൊഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാനുള്ള നടപടികളും തുടരുകയാണ്. വ്യാഴാഴ്ചയോടെ കണ്ണൂരിൽ നിന്ന് വലിയ ഡ്രഡ്ജർ എത്തുന്നതോടെ പൊഴിമുഖത്തെ മണൽ നീക്കം വേഗത്തിലാകും. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനെയും ഭാര്യ മീരയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണെന്നാണ് പ്രാഥമിക സൂചനകൾ. ആക്രമിക്കപ്പെട്ട നിലയിലാണ് മൃതദേഹങ്ങൾ. വീടിന് സമീപത്ത് നിന്ന് ആയുധങ്ങളും കണ്ടെത്തി. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് അതിവേഗ പ്രളയവും മണ്ണിടിച്ചിലുമുണ്ടായ ജമ്മു കശ്മീരിലെ റാംബൻ മേഖല മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് അദ്ദേഹം മേഖലയിലെത്തിയത്. പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിനു പുറമെ വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിരുന്നു. ദുരന്തം നേരിട്ടവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് ശ്രീ ഒമർ അബ്ദുള്ള പറഞ്ഞു. കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച കൈലാസ് മാനസ സരോവർ യാത്ര 4 വർഷങ്ങൾക്ക് ശേഷം ഈ മാസം 30-ന് പുനരാരംഭിക്കും. ഉത്തരാഖണ്ഡിലൂടെയാണ് തീർത്ഥയാത്ര. ഉത്തരാഖണ്ഡ് സർക്കാരിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. 22 ദിവസത്തെ തീർത്ഥയാത്രയിൽ 250 തീർത്ഥാടകരാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക ഭൌമദിനം. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഭൌമ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ലോകമെമ്പാടും 1970 മുതൽ ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് ലക്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 39 റൺസിന്റെ വിജയം നേടി. പൂനെയിൽ നടന്ന വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ 7ാം റൌണ്ടിൽ ചൈനീസ് താരം ഷു ജുനറിനെതിരെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഹംപി കൊനേരുവിന് ജയം. ഇന്ന് നടക്കുന്ന 8ാം റൌണ്ടിൽ കൊനേരു പോളണ്ട് ഗ്രാൻഡ് മാസ്റ്റർ അലീന കാഷ്ലിൻസ്കയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 197 പോയിന്റ് നേട്ടത്തിൽ 79,606-ലും നിഫ്റ്റി 52 പോയിന്റ് ഉയർന്ന് 24,178-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ്. ഗ്രാമിന് 275 രൂപ കൂടി 9,290 രൂപയും പവന് 2,200 രൂപ കൂടി 74,320 രൂപയുമാണ് ഇന്നത്തെ വില. ബീഹാറിൽ കനത്ത ചൂടിനെ തുടർന്ന് 31 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്ഥാനത്ത് പകൽ താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും താപനില 42 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് തലവനെതിരായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണികളും ഡോളറിന്റെ വിനിമയ മൂല്യവും ഇടിഞ്ഞു. പലിശ നിരക്കുകൾ കുറയ്ക്കാത്തതിനെ ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. സാമ്പത്തിക മേഖലയെ ഉണർത്തുന്നതിന് പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്ന് ട്രംപ് കേന്ദ്ര ബാങ്ക് ചെയർമാൻ ജെറോം പവലിനോട് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളോട് ജെറോം പവൽ തണുത്ത രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൌദി അറേബ്യൻ സന്ദർശനത്തിന് തുടക്കമായി. അനന്ത സാധ്യതകളുള്ള ബന്ധമാണ് ഇന്ത്യയ്ക്കും സൌദിക്കുമിടയിലുള്ളതെന്ന് പ്രധാനമന്ത്രി. 2047 വികസിത ഭാരതമാവുക എന്ന ദേശീയ ദൌത്യമാണ് രാജ്യത്തിന് മുന്നിലുള്ളതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വയനാട് ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ലോകം. ആദരസൂചകമായി രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.